ഹലോ ഗൈസ്, ഞാനും അമ്മയും കൂടി ഇന്ന് മാവേലി പോവാണേ. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വെച്ചിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കുമായിരുന്നു. ഇതാ ഈ പാടം വഴിയാട്ടോ ഞങ്ങൾ പോകുന്നത്, മെയിൻ റോട്ടിക്ക്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ചൊക്കെ വെള്ളം ഉണ്ട് വഴിയിൽ, കണ്ടോ, ആകെ ചളിയായിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ ബസ്സിന് പോയിട്ട് മാവേലി പോയതിന് ശേഷം അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. പിന്നെ അമ്മ മല്ലിയും മുളകും എടുക്കൽ തുടങ്ങി. കണ്ട, അമ്മ ഇതാ നിൽക്കുന്നതിൻ്റെ അമ്മ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തിരക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ അമ്മ എന്തോ സാധനം എടുക്കാൻ പോയപ്പോൾ എന്തോ സംശയം വന്നിട്ട് അമ്മ അവിടെ കിടന്ന് തപ്പിത്തടയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളൊരു താത്താനോട് എന്തോ സംശയം, എന്തോ മല്ലിയുടെ മുളകിൻ്റെ എന്തിൻ്റെ സംശയം. പിന്നെ അമ്മ ഈ കഴുകുന്ന ഈ സ്ക്രബ്ബർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോന്നും ഇങ്ങനെ തപ്പുന്നുണ്ട് അമ്മ, എന്തൊക്കെയോ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അമ്മ സ്ക്രബ്ബർ എടുത്തിട്ട് ആ കൊട്ടയ്ക്ക് ഇടാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ പിന്നെ അതാ അടുത്തത് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കമ്മ കണ്ട അങ്ങനെ. അപ്പോൾ എന്നിട്ട് പിന്നെ മറ്റേ ക്രിസ്പൻ ഷൈൻ ഇല്ല ഒന്ന് നിർത്തി നോക്കി. അപ്പോൾ അമ്മ ചോദിച്ചു എന്നിട്ട് വന്നേ, ഇതിൻ്റെ റേറ്റ് ഒന്ന് നോക്കുന്നു. അപ്പോൾ ഞങ്ങളോട് അതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മോട് ഞാൻ എത്ര റേറ്റ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അമ്മ പറയും, അയ്യോ ഇത്ര ഉണ്ടാ, എന്നാൽ അവിടെ തന്നെ വയ്ക്കാം, നമുക്ക് വേണ്ട. അപ്പോൾ ആ ലാഘവത്തോടു കൂടി അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അടുത്ത് തപ്പാൻ പോയി ഞങ്ങൾ. അപ്പോൾ വേറെ വല്ലതും വേണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊട്ട എടുത്തിട്ട് അങ്ങോട്ട് പോയി. ഈ കൊട്ട എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ കൊട്ടൊക്കെ എടുത്ത് പോണത്. ഞാൻ ഒന്നാമത്തെ മാവേലിയിൽ അങ്ങനെ അകത്ത് ഇങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ത്രിവേണി പോയിട്ട് കുറേ വട്ടം ക്യൂ നിന്നിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മയും കൂടിയിട്ട്. അതല്ലാണ്ട് മാവേലിക്ക് ഇങ്ങനെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യണത് ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ കുളിസോപ്പൊക്കെ നോക്കി, അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നോക്കി. അപ്പോൾ അമ്മയുടെ വിചാരം അത്യാവശ്യം ഒരു നല്ല വില കുറവുണ്ട്. അപ്പോൾ നല്ല വില കൂടുതലാണെന്ന് തോന്നിയോണ്ട് ഇത് വേണ്ട, നമുക്ക് അല്ലാത്ത വാങ്ങിക്കാം, വേറെ കടയിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അമ്മ നിൽക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ വേറെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതായത് ഇതൊക്കെ ബില്ല് ചെയ്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് സോപ്പ് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിന് വേറെ വാങ്ങിച്ചു. ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അമ്മ വേറെ അലക്ക് സോപ്പൊക്കെ നോക്കി, അലക്ക് സോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട, പിന്നെ എന്തോ അമ്മ തപ്പുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എടുത്തതിന് ശേഷം ബില്ലടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്താ റിട്ടേൺ ബസ്സിൽ കയറി വീട്ടിലേക്ക് ഇതാ പോരുന്നു. അത് വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ പച്ചക്കറി വാങ്ങിച്ചു. പിന്നെ ഈ ചാക്കിൽ അരി ഉണ്ടെന്ന് വെച്ചിട്ടാണ് മാവേലി പോയത്. അപ്പോൾ അരി ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ചാക്കിൽ മല്ലിയും മുളകൊക്കെ ഇട്ടിട്ട് പോന്നു. അപ്പോൾ അതാ ഞങ്ങളുടെ അടുത്തൊരു വലിയമ്മ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കോഴിക്കൂടും പിന്നെ 3-4 കോഴീനെയും കൊടുത്തിരുന്നു. അപ്പോൾ അച്ഛ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പം അച്ഛൻ ഞങ്ങൾ വരുമ്പോൾ അച്ഛതൊക്കെ ശരിയാക്കി വെച്ചിരിക്കുന്നു. കോഴീനെ ഒന്ന് പുറത്ത് വിട്ടിട്ട് കുറച്ച് അരിയൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അച്ഛൻ പുറത്താക്കിയിരിക്കുന്നു. ഞങ്ങൾ പോണ നേരത്തായിരുന്നു അച്ഛൻ കോഴീനെ വിളിക്കാന്ന്. കോഴീനെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടി വെച്ച് പോയത്. റിട്ടേൺ വരുമ്പോഴാണ് ഈ കോഴിയും കോഴിക്കോടും ഞങ്ങൾ കണ്ടത്. അപ്പം അമ്മ അതിനെക്കുറിച്ച് ചോദിക്കുക, എപ്പോഴാണ് ഓടുന്നത്, എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോയ സമയമാണല്ലോ. ഞാനും അമ്മയും എന്താ പറയുക മാവേലിക്കും പോയി. അച്ഛൻ ഈ കോഴിക്കോടും കോഴിനെയും വാങ്ങിക്കാൻ പോയി. അപ്പം അതാ വാതിലൊക്കെ പൂട്ടിയിട്ടാണ് പോയത്, നമ്മുടെ ഈ പുതിയ വര. പിന്നെ ഉണ്ടപ്പാ വാതിൽ തുറന്നിട്ട് കിട്ടുന്നില്ല. എൻ്റെ ഈശ്വര, അമ്മ കുറേ നോക്കി, ഞാൻ കുറേ നോക്കി, പക്ഷെ എന്താ പറയുക ഒട്ടും ശരിയാവുന്നില്ല. അപ്പം ഞാൻ എന്താ വിചാരിച്ച്, എന്നാൽ കുറച്ച് നേരം അവിടെ ഇരിക്കുക, ഈ ചാക്കും താങ്ങി നിൽക്കണ്ടല്ലോ, കുറച്ച് നേരം ഇരിക്കുക, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് അമ്മ കഴിവതും നോക്കി, പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. ഇട്ടേൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛനെയും വിളിച്ചു പോയിരുന്നു. അപ്പം അച്ഛൻ നോക്കുകയാണ്, ഇതിപ്പോൾ എന്താ പറ്റി, ഞാൻ ഇത് കറക്റ്റായിട്ട് ഇട്ട് പോയതാണല്ലോ എന്ന് വെച്ച്. പക്ഷെ അച്ഛനും പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് എന്താ പറയുക, എന്തിനാ വെറുതെ, അവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കണ്ടു. അവരിപ്പോൾ തുറക്കും എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. പക്ഷേ തുറന്ന് കിട്ടിയില്ല. അത് എന്തോ ലോക്ക് പെട്ടിരിക്കുക, എന്തോ സംഭവം ഉണ്ടായി. അപ്പോൾ അച്ഛൻ കഴിവത് നോക്കി, പക്ഷെ കിട്ടുന്നില്ല. ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് വെക്കണമെങ്കിൽ ഇത് തുറന്നിട്ട് വേണേ. അപ്പോൾ എന്താ പറയുക, കുറേ നേരം അങ്ങനെ നിന്നു. കണ്ടോ, തുറക്കാൻ കിട്ടുന്നേ ഇല്ല. അച്ഛൻ തന്നെ വിചാരിച്ചു ഞാനിപ്പോൾ എന്തപ്പോൾ കാണിച്ചേ എന്നുള്ള ലെവലിൽ അച്ഛനും വിചാരിച്ച്. കണ്ട, പറ്റുന്നില്ല. പിന്നെ വഴിയിലും നോക്കി അങ്ങനെ കുറച്ച് നേരം ഇരുന്ന്. കണ്ട, വഴിയിൽ ഇതാ പശുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ അവിടുത്തെ ഒരു അച്ഛൻ വഴി കൂടെ പോകുന്നുണ്ട്. പിന്നെ അത് നോക്കിയിരുന്നു, വേറെ വഴിയൊന്നുമില്ല.
കണ്ട. അപ്പോൾ ഇതാ മൂരിക്കുട്ടി മൂരിക്കുട്ടിയും പശുവും പോകുന്നുണ്ട് കേട്ടോ. അവരെന്നെ പാടത്തേക്കാക്കാൻ കൊണ്ടുപോവാ. പിന്നെ അച്ഛൻ ഗതികെട്ട് വീടിൻ്റെ വാർപ്പിൻ്റെ വഴിയൊക്കെ പോയിട്ട് എന്താ പറയുക മുകളിൽ കൂടെ കയറിയിട്ട് തുറന്ന് ചാവി കൊടുത്തിട്ട് തുറന്ന്. പിന്നെ എൻ്റെ അമ്മ ഉണ്ട് എനിക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ മോര് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൈരും വെള്ളരിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ വന്നപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകുക. അമ്മ അതാ അവിടെ അടുപ്പത്ത് എന്താ പറയുക വെള്ളരിക്ക നന്നാക്കിയിട്ടൊക്കെ അമ്മ അടുപ്പത്ത് വെച്ച്. അച്ഛതാ കോഴിക്കോടിൻ്റെ അവിടെ നിന്ന് മാറിയിട്ടില്ല. അവിടെ എന്തോ പണി ഉണ്ട് അവിടെ. അപ്പം അച്ഛ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ തേങ്ങ 2 മുറി ചിരകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചിരകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കഷ്ണം അടുപ്പത്ത് വെച്ചിട്ട് അമ്മ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ലൈറ്റർ വാങ്ങിച്ചിട്ട് അടുപ്പത്ത് കത്തിക്കാൻ വേണ്ടി പേപ്പറിൽ കത്തിച്ചിട്ട് മണ്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് കൊണ്ടുപോകണ്ടല്ലേ. അപ്പോൾ കൊണ്ടുപോകുമ്പോഴത്തേനും ഇതിനിപ്പോൾ ഒരു 4 മണി 4:30 ആ ടൈമിലൊക്കെയാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ആക്കണ്ടേ. അപ്പോൾ അമ്മ അതൊക്കെ സ്പീഡപ്പായിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തോ എന്നോട് പറയുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിലൊക്കെ റെഡി ആയില്ലേ എന്നുള്ളതിൽ നോക്കാം. ഓക്കെ ബൈ.